empowering women in Christ. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. പ്രഷില്ല പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന റാഹേലിനെ കുറിച്ചായിരുന്നു. പൂർവ്വ യാക്കോബിന്റെ ഭാര്യയായ റാഹേലിനെ കുറിച്ച് നമ്മൾ കണ്ടു. തന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ നന്മകൾ, അനുഗ്രഹങ്ങൾ കർത്താവ് നൽകിയിട്ടും അതിലൊന്നും സന്തോഷിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു റാഹേൽ. തന്റെ സഹോദരിയുമായി താരതമ്യം ചെയ്ത് അവൾക്ക് ലഭിച്ച നന്മകൾ തനിക്ക് ലഭിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അസൂയാലുവായി തീരുന്ന ഒരു വ്യക്തിത്വത്തെയാണ് കർത്താവിന്റെ വചനം അവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. തുടർന്ന് ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ആ കോംപ്ലിക്കേഷൻസും ഇതെല്ലാം നമ്മൾ കാണുകയുണ്ടായി. തന്റെ നന്മകളിൽ സന്തോഷിക്കാതെ, തന്റെ സഹോദരിക്ക് ലഭിക്കുന്ന നന്മകളിൽ സന്തോഷിക്കാതെ സ്വയം താരതമ്യം ചെയ്ത് അവളുമായി കമ്പയർ ചെയ്ത് അസൂയാലുവായി തീരുന്ന, ഡിപ്രഷനിലേക്ക് വരെ പോകുന്ന ഒരു വ്യക്തിത്വത്തെ കർത്താവ് നമുക്ക് അവിടെ കാണിച്ചു തരുന്നത്. എന്നാൽ ഇതിന് നേർ വിപരീതമായി ദാവീദ് രാജാവ് 25-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. നമുക്ക് ആ തിരുവചനം ഒന്ന് ശ്രദ്ധിക്കാം. എളിയവരെ അവിടുന്ന് നീതി മാർഗത്തിൽ നയിക്കുന്നു, വിനീതരെ തന്റെ വഴി പഠിപ്പിക്കുന്നു. വിനീത ഹൃദയമുള്ളവരെയാണ് കർത്താവ് തന്റെ വഴി പഠിപ്പിക്കുന്നതെന്ന് ദാവീദ് രാജാവ് ഇതിൽ വ്യക്തമാക്കി തരികയാണ്. എളിയ തലത്തിൽ നിൽക്കുമ്പോൾ, താഴ്ന്നു നിൽക്കുമ്പോൾ കർത്താവിന് അവരെ എടുത്തുപയോഗിക്കാൻ കഴിയുകയാണ്. നമ്മുടെ അസൂയാലുത്വം അതെല്ലാം മാറ്റിവെച്ച്, താരതമ്യം ചെയ്യുന്ന പ്രകൃതങ്ങൾ അതെല്ലാം മാറ്റി എളിയ ഒരു തലത്തിലേക്ക് കടന്നു വരുവാൻ, വിനീതമായിട്ട് ജീവിക്കുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. ഒപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. താഴ്ന്ന നിലയിൽ ജീവിക്കുവാൻ, കർത്താവിന്റെ മുൻപിൽ താഴ്മയുള്ളവരായിരിക്കുവാൻ, ആ ഒരു കൃപ ലഭിക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പാടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. എളിമയോട് ജീവിക്കുവാൻ, അങ്ങയുടെ മുൻപിൽ സ്വയം താഴ്ത്തുവാൻ, അങ്ങയുടെ വഴി നടത്തിൽ പരിപൂർണമായും ആശ്രയിക്കുവാനുള്ള കൃപ കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എളിയവൻ നിലവിളിച്ചു, യഹോവയതു കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവയതു കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. സകല കഷ്ടങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. നോക്കിയവർ പ്രകാശിതരായി യേശുവിൻ തിരുമുഖത്ത്, താഴ്ത്തിയവർ സമുന്നതരായി യേശുവിൻ സന്നിധിയിൽ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ സന്നിധിയിൽ. ഹല്ലേലൂയ, യേശുവിൻ സന്നിധിയിൽ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയെ നോക്കി ജീവിക്കുവാൻ, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ അങ്ങിൽ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മുൻപിൽ താഴ്മയോടെ മുന്നേറുവാനുള്ള കൃപ കർത്താവെ ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങ് നടത്തുന്ന വഴിയെ മാത്രം മുന്നോട്ട് പോകാനുള്ള അഭിഷേകം കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് നൽകിയ നന്മകളിൽ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അഭിഷേകം,
സംതൃപ്തിയുടെ ഒരു അഭിഷേകം കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താഴ്മയുള്ളവരായി ജീവിക്കുവാനായിട്ട് കർത്താവേ, അങ്ങയുടെ മുൻപിൽ താഴ്മയോടെ വ്യാപരിക്കുവാനായിട്ട്, അങ്ങ് നൽകുന്ന നന്മകളിൽ ആനന്ദിച്ച് ജീവിക്കുവാനായിട്ട് കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, എളിമയുടെ നിറകുടമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ, ആ ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട്, താഴ്മയോടെ മുന്നേറുന്ന ഒരു കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, തിരുകുടുംബത്തിന്റെ പാലക, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഈ ഒരു അഭിഷേകം, എളിമ എന്ന പുണ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ വർദ്ധിച്ചു വരുവാൻ, വളർന്നു വരുവാൻ യോസേപ്പ് പിതാവേ പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശുക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പൂർവ്വ മാതാവായ റാഹേലിനെ കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. നമ്മൾ കണ്ടു അവളുടെ ജീവിതത്തിൽ വന്നുപോയ കുറെ പാകപ്പിഴകളെ കുറിച്ച്. അതെല്ലാം കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരികയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് റാഹേലിന്റെ ജീവിതത്തിൽ സംഭവിച്ച മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്. നമുക്ക് പരിശുദ്ധ വചനത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തിയുടെ പുസ്തകം 31-ാം അധ്യായം 19-ാം തിരുവാക്യം. റാഹേൽ തന്റെ പിതാവിന്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു. ഇവിടെ യാക്കോബും കുടുംബം മുഴുവനും ഒന്നിച്ച് തിരിച്ച് യാക്കോബിന്റെ ജന്മനാട്ടിലേക്ക് പോകുന്ന ഒരു രംഗമാണ്. അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകളുടെ ഒക്കെ ഇടയിൽ റാഹേൽ ചെയ്ത ഒരു കാര്യത്തെയാണ് ഇവിടെ തിരുവചനം നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നത്. എന്താ തിരുവചനം പറഞ്ഞത്? നമുക്ക് ഒരിക്കൽ കൂടി ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. റാഹേൽ തന്റെ പിതാവിന്റെ കുലദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, താൻ ജനിച്ചു വളർന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് അവൾ പോവുകയാണ്. അപ്പോൾ മറ്റാരും അറിയാതെ, പിതാവ് പോലും അറിയാതെ, യാക്കോബും ഇതൊന്നും അറിയുന്നില്ല, മറ്റാരും അറിയാതെ ആ കുലദേവന്മാരെ എല്ലാം റാഹേൽ കട്ടെടുക്കുകയാണ്. എന്തിനായിരിക്കാം പ്രിയമുള്ളവരെ റാഹേൽ ആ കുലദേവന്മാരെ കട്ടെടുത്തത്? അതെന്താണെന്ന് തിരുവചനം നമുക്ക് വ്യക്തമാക്കി തരുന്നില്ല. എന്നിരുന്നാലും അവൾ ജനിച്ചപ്പോൾ മുതൽ തൻ്റെ പിതാവ് അല്ലെങ്കിൽ തൻ്റെ കുടുംബം മുഴുവൻ തങ്ങളുടെ സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന കുലദേവന്മാരാണ് അവരെല്ലാവരും. എന്നാൽ സത്യദൈവം എന്താണെന്നും സത്യദൈവത്തിന്റെ ചിട്ടവട്ടങ്ങൾ എന്താണെന്നും ആ സത്യദൈവം തൻ്റെ കുടുംബത്തിൽ, തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ എന്താണെന്ന് ചെയ്യുന്നതും എല്ലാം വളരെ വ്യക്തമായി റാഹേലിന് അറിയാമായിരുന്നു. യാക്കോബ് ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നവളായിരുന്നു റാഹേൽ. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം തീർച്ചയായും യാക്കോബ് റാഹേലിനോട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടായ കാര്യങ്ങൾ, കർത്താവ് തന്നെ നേരിട്ട് സംസാരിച്ച കാര്യങ്ങൾ, കർത്താവ് നൽകിയ വാഗ്ദാനങ്ങൾ, ഇതൊന്നും റാഹേലിന് അപരിചിതങ്ങളായിരുന്നില്ല. എന്തൊക്കെ ആയിരുന്നിട്ടും അവൾ ആ കുലദേവന്മാരെ കട്ടെടുക്കുകയാണ്. അവൾ ജനിച്ചപ്പോൾ മുതൽ കണ്ടു വളർന്ന തൻ്റെ പിതാവിൻ്റെ സമൃദ്ധിക്ക്, സമ്പത്തിന് കാരണക്കാരെന്ന് അവർ വിശ്വസിച്ചിരുന്ന ആ കുലദേവന്മാരെ അവൾ സ്വന്തമാക്കുകയാണ്. എന്നാൽ യാക്കോബ് ഇതൊന്നും അറിഞ്ഞിരുന്നില്ലെന്ന് തിരുവചനം എടുത്തു പറയുന്നുണ്ട്. നമുക്കറിയാം, 30-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 43-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ ആത്മാവ് വ്യക്തമായിട്ടൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്രകാരം യാക്കോബ് വലിയ സമ്പന്നനായി. അവന് ധാരാളം ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി. ഇവിടെ യാക്കോബ് വളരെ സമ്പന്നനായി എന്നാ പറയുന്നത്. യാക്കോബ് എന്ത് ചെയ്താലും അതിലെല്ലാം കർത്താവിന്റെ അനുഗ്രഹം ഉണ്ടാവുകയായിരുന്നു. അത് കർത്താവാണ് അനുഗ്രഹിക്കുന്നതെന്ന് യാക്കോബിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. കാരണം എന്താ? അത് കർത്താവിന്റെ വാഗ്ദാനമായിരുന്നു. കുറച്ചുകൂടി പിന്നോട്ട് ഒരു 28-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 15-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ കർത്താവ് നൽകിയ ഒരു വാഗ്ദാനം അവിടെ നമുക്ക് കാണുവാനായി സാധിക്കും.
ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. കർത്താവ് യാക്കോബിന് കൊടുത്ത ഒരു ഉറപ്പായിരുന്നു ഇത്. യാക്കോബ് ഈ ദേശത്തേക്കൊക്കെ വരുന്നതിന് മുൻപേ തന്നെ കർത്താവ് കൊടുത്തൊരു വാഗ്ദാനമായിരുന്നു ഇത്. ഈ വാഗ്ദാന പൂർത്തീകരണമാണ് നമ്മൾ തൊട്ടു മുൻപ് വായിച്ചു കേട്ട വചനം. അവൻ തൊട്ടതെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി മാറുകയാണ്. അവന്റെ സമ്പത്ത് ഒത്തിരിയേറെ വർദ്ധിക്കുകയാണ്. അവന്റെ ആടുമാടുകള്, ദാസിദാസന്മാരെ എല്ലാം വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാ? കർത്താവിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഇത് യാക്കോബിന്റെ കുടുംബത്തിന് മുഴുവൻ അറിയുന്ന കാര്യമാണ്. തന്റെ പിതാവിനേക്കാളും ഒത്തിരിയേറെ സമ്പത്തിൽ യാക്കോബ് വളർന്നു വരികയാണ്. എന്നാൽ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്ന റാഹേൽ തന്റെ കുലദേവന്മാരെ കട്ടെടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ യാക്കോബും തൻ്റെ കുടുംബം മുഴുവനും തൻ്റെ സമ്പാദ്യം ഒക്കെ ആയിട്ട് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോകുന്ന കാര്യങ്ങളാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നത്. ആ പോകുന്ന വഴിയിൽ ഇവരെല്ലാവരും തന്നോട് പറയാതെ പോയി എന്നറിയുന്ന ലാബാൻ കുറെ ആളുകളെയൊക്കെ കൂട്ടി ഇവരെ ഫോളോ ചെയ്ത് വരികയാണ്. ഇവരെ വന്ന് കണ്ടുമുട്ടുമ്പോൾ 31-ാം അധ്യായത്തിൽ 30-ാം വാക്യത്തിൽ ലാബാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ തിരുവചനം പറയുന്നത്? പിതാവിന്റെ വീട്ടിലെത്താനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് നീ പോന്നത് എങ്കിൽ എന്റെ കുലദേവന്മാരെ കട്ടെടുത്തത് എന്തിന്? എന്തുകൊണ്ടാ ഇവര് പോയെന്നറിഞ്ഞതേ ലാബാൻ വലിയൊരു ഗണ ആൾക്കാരുമായിട്ട് പുറകെ പോരുന്നത്? പ്രധാനമായിട്ടും ലാബാൻ തിരിച്ചറിയുകയാണ് തന്റെ കുലദേവന്മാരെ നഷ്ടമായി എന്നുള്ള കാര്യം. അത് വീണ്ടെടുക്കുവാനായിട്ടാണ് ലാബാൻ ഇവരോടൊക്കെ കൂടെ പുറകെ പോകുന്നത്. ഇതെല്ലാം യാക്കോബിനോട് പറഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമുക്ക് 32-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരാം. അങ്ങയുടെ ദേവന്മാർ ആരുടെ കയ്യിൽ കാണുന്നുവോ അയാൾ മരിക്കട്ടെ. അങ്ങയുടേത് എന്തെങ്കിലും എന്റെ കൈവശമുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ സാക്ഷ്യം നിർത്തി തിരിച്ചെടുത്തുകൊള്ളുക. റാഹേൽ ദേവന്മാരെ മോഷ്ടിച്ച വിവരം യാക്കോബ് അറിഞ്ഞിരുന്നില്ല. തിരുവചനം വ്യക്തമായി പറയുകയാണ്, താൻ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്ന റാഹേലാണ് ഇതിന്റെ പിന്നിലെന്ന് യാക്കോബ് അറിഞ്ഞിരുന്നില്ല. യാക്കോബ് എന്താ പറയുന്നേ? ആ കുലദേവന്മാരെ കട്ടെടുത്ത വ്യക്തി, അങ്ങനെ ഒരാൾ ഈ കൂടെ ഉണ്ടെങ്കിൽ അയാൾ മരിക്കട്ടെ എന്നാ യാക്കോബ് പറയുന്നേ. തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, തൊട്ടടുത്ത് തന്നെ അധികം താമസിക്കാതെ തന്നെ റാഹേൽ ബെഞ്ചമിന് ജന്മം കൊടുക്കുന്നു. അതിലൂടെ അവൾ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. തിരുവചനത്തിൽ മറ്റൊരു എക്സ്പ്ലനേഷനും നമ്മൾ അവിടെ കാണുന്നില്ല. വളരെ യൗവനത്തിൽ തന്നെ റാഹേൽ ആ ഒരു കുടുംബത്തോട് വിട പറയുകയാണ്. ഇതിന് പലരും പറയുന്ന ഒരു കാര്യം യാക്കോബിന്റെ ഒരു ശാപമായിരിക്കാം എന്നതാണ്. അറിഞ്ഞിട്ടല്ല, പക്ഷേ ആ കുലദേവന്മാരെ കട്ടെടുത്ത വ്യക്തി അതാരായാലും മരിച്ചു പോകട്ടെ എന്ന് ഭർത്താവായ യാക്കോബ് പറയുകയാണ്. ഇതൊക്കെയായിട്ടും റാഹേൽ സത്യം തുറന്നു പറയുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നുണ്ട്, ലാബാൻ ഓരോ കൂടാരത്തിലും കയറി ഇറങ്ങി തന്റെ കുലദേവന്മാർക്കായി തിരയുന്നുണ്ട്. അവിടെ ഒന്നും കണ്ടെത്തുന്നില്ല. റാഹേലിന്റെ ഭവനത്തിൽ വരുമ്പോഴും വളരെ സൂത്രക്കാരിയായിട്ട് റാഹേൽ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു കാരണവശാലും റാഹേൽ ആ കുലദേവന്മാരെ തിരിച്ചു കൊടുക്കുന്നതായി നമ്മൾ കാണുന്നില്ല. ആ കുലദേവന്മാരെ അത്രയ്ക്ക് അവൾ അതിനൊരു വാല്യൂ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. ഇതുപോലെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത ചില വിഗ്രഹങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിലുണ്ട്. റാഹേൽ എന്തുകൊണ്ടാ ഇവരെ ഇങ്ങനെ ബലമായി പിടിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാത്തിൽ നിന്നും ഒളിച്ചു പിടിച്ച് തൻ്റെ ഒരു ബലമായിട്ട് റാഹേൽ ഈ കുലദേവന്മാരെ കാണുകയാണ്. അവരിലൂടെ തനിക്ക് സമൃദ്ധി ലഭിക്കുമെന്നോ അവരിലൂടെ എന്തൊക്കെയോ ലഭിക്കുമെന്നോ ഒരു മിഥ്യാധാരണയിലാണ് റാഹേൽ ഇതെല്ലാം ചെയ്യുന്നത്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റാരും അറിയാത്ത, കർത്താവിനേക്കാളും നമ്മൾ വില കൊടുത്ത, ചിലപ്പോൾ നമ്മുടെ സമ്പത്താകാം, സൗന്ദര്യമാകാം, സാധ്യതകളാകാം, നമ്മുടെ മക്കളാകാം, ജീവിത പങ്കാളിയാകാം, മറ്റേതെങ്കിലും വ്യക്തികളാകാം, എന്തുമാകാം. ഇന്നത്തെ കാലത്ത് പ്രത്യേകമായി പറയേണ്ടത് സോഷ്യൽ മീഡിയ ആകാം, എന്തുമായിക്കൊള്ളട്ടെ, കർത്താവിനേക്കാളും വില കൊടുക്കുന്നത് എന്തും വിഗ്രഹങ്ങൾ തന്നെയാണെന്ന തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. കർത്താവ് ഒത്തിരിയേറെ വഴി നടത്തുന്ന നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനത്ത് മറ്റെന്തിനെങ്കിലും മറ്റാരെയെങ്കിലും നമ്മൾ കയറ്റി നിർത്തിയിട്ടുണ്ടോ എന്ന റാഹേലിലൂടെ ഇന്ന് നാം ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുന്നത്. അതിലൂടെ വരുന്ന അപകടങ്ങളെല്ലാം റാഹേലിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും.
കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം അറിയാതെയാണെങ്കിൽ പോലും മറ്റെന്തിനെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം പ്രിയമുള്ളവരെ. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, മറ്റെന്തിനെങ്കിലും, മറ്റാർക്കെങ്കിലും, മറ്റ് ശക്തികൾക്കോ മറ്റ് സാധ്യതകൾക്കോ സ്ഥാനമാനങ്ങൾക്കോ എന്തുമായിക്കൊള്ളട്ടെ, കർത്താവിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ വലിയ അപകടത്തിലാണെന്ന തിരുവചനം നമുക്ക് ഉറപ്പ് തരുന്നത്. ഈ ഒരു കാര്യം തിരുവചനത്തിൽ പലയിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ സ്ഥാനത്ത് മറ്റെന്തെങ്കിലും മറ്റാരെങ്കിലും കയറി നിന്നപ്പോഴെല്ലാം അവിടെ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. സങ്കീർത്തകരായ ദാവീദ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. 20-ാം അധ്യായം 7-ഉം 8-ഉം തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. അവർ തകർന്നു വീഴും, എന്നാൽ ഞങ്ങൾ ശിരസ്സുയർത്തി നിൽക്കും. ഇവിടെ ദാവീദ്, രാജാവാണ് ദാവീദ് പറയുകയാണ്, ചിലരെല്ലാം കുതിരകളില്, ചിലരെല്ലാം മറ്റു പല ശക്തികളിലും അഭയം കണ്ടെത്തുന്നു. അവരുടെ സൈന്യത്തില്, അവരുടെ ആർമിയില്, ഇതിലൊക്കെ സഹായങ്ങൾ കണ്ടെത്തുന്നവരുണ്ട്. എന്നാൽ ഉറപ്പോടെ ദാവീദ് പറയുകയാണ്, ഞങ്ങൾ ആശ്രയിക്കുന്നത്, ഞങ്ങൾ ബലം കണ്ടെത്തുന്നത് ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണെന്ന്. അതുകൊണ്ട് തന്നെ എന്തു വന്നാലും ഞങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുമെന്ന് ഉറപ്പോടെ ദാവീദ് രാജാവ് പറയുകയാ. നമ്മുടെ ജീവിതത്തിലേക്കും ഇതുപോലെ ഒരു ഉറപ്പോടെ നമുക്ക് പറയാൻ സാധിക്കുമോ? മറ്റു പലരും പലതിലും ആശ്രയിക്കുമ്പോൾ, പലതിലും ശക്തി കണ്ടെത്തുമ്പോൾ, ഞങ്ങൾ ആശ്രയിക്കുന്നത് ഞങ്ങളുടെ കർത്താവിലാണെന്ന് ഉറപ്പോടെ കുടുംബം ഒന്നിച്ച് പറയാൻ നമുക്ക് സാധിക്കുമോ? ഞങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പോടെ പറയാൻ സാധിക്കുമോ? ഈ ഒരു ചോദ്യമാണ് പ്രിയമുള്ളവരെ റാഹേലിലൂടെ ഇന്ന് കർത്താവ് നാം ഓരോരുത്തരോടും ചോദിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വില കൊടുക്കുന്നത് എന്തിനാണെന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അവിടെ 31-ാം അധ്യായത്തിൽ 1-ാം തിരുവാക്യം എന്താ പറയുന്നത്? കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ഇവിടെ പറയുന്ന ഈ കാര്യങ്ങൾ, ഈജിപ്തിലേക്ക് പോവുക, കുതിരകളുടെ എണ്ണത്തിൽ, കുതിര പടയാളികളുടെ കാര്യങ്ങളിലെല്ലാം ആശ്രയം കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് ആ രാജാക്കന്മാരുടെ കാര്യങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തിലൊക്കെ ആശ്രയിക്കുന്നത്, നമ്മൾ ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തിലേക്കൊക്കെയാണ് നമ്മുടെ ആശ്രയം പോകുന്നതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അന്നത്തെ കാലത്ത് അവർ കുതിരകളിലും കുതിര പടയാളികളിലും എല്ലാം ആശ്രയം കണ്ടെത്തിയിരുന്നു. വലിയ വലിയ രാജാക്കന്മാരിൽ അഭയം പ്രാപിച്ചിരുന്നു. എന്നാൽ അതൊക്കെ ദുരിതം എന്നാ തിരുവചനം പറയുന്നത്. അതിനേക്കാളൊക്കെ ഉന്നതിയിലായിരിക്കുന്ന, സർവാധിപനായിരിക്കുന്ന കർത്താവിൽ ആശ്രയം കണ്ടെത്തുമ്പോഴാണ് അവിടെ ശാശ്വതമായ ഒരു പരിഹാരമുള്ളൂ എന്ന് തിരുവചനം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു തരികയാ. നമുക്കറിയാം ഇസ്രായേൽ ജനത്തെക്കുറിച്ച്. അവർ ഈജിപ്തിൽ നിന്ന് മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന സമയത്ത് 40 ദിവസം കർത്താവുമായി ഇടപഴകാനായിട്ട്, കർത്താവിൽ നിന്ന് ആ ഒരു കൽപ്പലകകളെല്ലാം സ്വീകരിക്കാനായിട്ട് മോശ സീനായ് മലയിലേക്ക് പോകുന്നുണ്ട്. 40 ദിവസങ്ങളോളം മോശയെ കാണാതായപ്പോൾ അവർ ബഹളം വയ്ക്കുന്നുണ്ട്. അവർ ആകെ അസ്വസ്ഥരാകുകയാണ്. അവരെ നയിക്കാൻ അവർ ഒരു കാളക്കുട്ടിയെ കൊണ്ടുവരികയാണ്. ഇതുപോലെ യാതൊരു ശക്തിയുമില്ലാത്ത, അവരുടെ സ്വർണത്തിൽ നിന്ന് തന്നെ അവർ മെനഞ്ഞെടുത്ത ഒരു കാളക്കുട്ടിയെ, ആ കാളക്കുട്ടിയാണ് തങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് അവർ അതിൻ്റെ മുൻപിൽ ആഘോഷിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കർത്താവ് അവരെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന രംഗങ്ങളുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം വായിച്ചു പോകേണ്ട കാര്യങ്ങളല്ല. നമ്മൾ തന്നെ ചിന്തിക്കണം, ഇതുപോലെ കാളക്കുട്ടിയെ നമ്മൾ ആശ്രയിക്കുന്നുണ്ടോ? സർവശക്തനായ, ഇതെല്ലാം സൃഷ്ടിച്ച് അനുനിമിഷം നമ്മളെ കാത്തു പാലിക്കുന്ന കർത്താവ് അവിടെ നിൽക്കുമ്പോൾ സൃഷ്ടികളിൽ നമ്മൾ ആശ്രയം കണ്ടെത്തുന്നുണ്ടോ? കർത്താവ് തന്നെ ഒരുക്കി തന്നിരിക്കുന്ന സാധ്യതകളില്, സാഹചര്യങ്ങളില്, സ്ഥാനമാനങ്ങളില് നമ്മൾ ആശ്രയം കണ്ടെത്തുന്നുണ്ടോ? കർത്താവിനെ അതുപോലെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തില് നമുക്ക് ആസാ രാജാവിനെ കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. അവിടെ 16-ാം അധ്യായത്തില് ആസാ രാജാവ് കർത്താവിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് സിറിയ രാജാവുമായി സഖ്യം ചെയ്ത് ആ ഒരു സഖ്യബലത്തില് വളരെയേറെ ആശ്രയിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
കർത്താവിന്റെ കഴിവുകൾ അല്ലെങ്കിൽ കർത്താവിന്റെ ആ ഒരു ആധിപത്യത്തെ വളരെ വ്യക്തമായി അറിയാമായിരുന്ന ആസാ രാജാവ് അതിനെയൊക്കെ കടത്തിവെട്ടി സിറിയ രാജാവിൽ ആശ്രയം കണ്ടെത്തുകയാണ്. അങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ആസാ രാജാവിനെ ശാസിക്കുവാനായിട്ട് ഹനാനി ദീർഘദർശിയെ കർത്താവ് ആസാ രാജാവിന്റെ അടുക്കലേക്ക് അയക്കുന്നുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 16-ാം അധ്യായം അവിടെ 9-ാം തിരുവാക്യത്തിൽ കർത്താവിന്റെ ആത്മാവ് ഹനാനി പ്രവാചകനിലൂടെ എന്താണ് ആസാ രാജാവിനോട് പറഞ്ഞത്? തന്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിന്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. എന്നാൽ നീ ചെയ്തത് ഭോഷത്വമാണ്. ഇനി യുദ്ധം നിന്നെ വിട്ടുമാറുകയില്ല. ഇവിടെ കർത്താവിനേക്കാൾ ഉപരി കർത്താവിന്റെ ആ ഒരു ശക്തിയേക്കാൾ അധികമായി സിറിയ രാജാവുമായുള്ള സഖ്യത്തിന് കൂടുതൽ പ്രാധാന്യം ആസാ രാജാവ് കൊടുത്തപ്പോൾ കർത്താവ് അവനെ ശാസിക്കുന്നതായിട്ടാണ് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി യുദ്ധം നിന്നെ വിട്ടുമാറുകയില്ല എന്നാ കർത്താവ് പറയുന്നത്. ആസായുടെ ആ ഒരു പ്രവൃത്തി കർത്താവിനെ ഒത്തിരിയേറെ വേദനിപ്പിക്കുകയാണ്. ആ 9-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം അതൊരിക്കൽ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. തന്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിന്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. എന്റെ പ്രിയ സഹോദരങ്ങൾ, എത്ര ശ്രേഷ്ഠമായ ഒരു വചനമാണിത്. തന്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവ് കാത്തിരിക്കുകയാണെന്നല്ലേ തിരുവചനം പറഞ്ഞു തരുന്നത്. റാഹേലിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? കർത്താവിന്റെ മുൻപിൽ ആയിരിക്കാൻ അവൾക്ക് സാധിച്ചില്ല. അവളുടെ ജീവിതത്തിൽ വ്യക്തിപരമായി കർത്താവ് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതാണ്. അവളുടെ പ്രാർത്ഥനകൾക്ക് അവൾ ഉത്തരം ലഭിച്ചവളായിരുന്നു. ഒത്തിരിയേറെ നന്മകൾ അനുഭവിച്ചവളായിരുന്നു. എന്നാൽ കർത്താവിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കാൻ, നിഷ്കളങ്കതയോടെ ആയിരിക്കാൻ അവൾക്ക് സാധിക്കുന്നില്ല. അവൾക്ക് കുലദേവന്മാരെ വിട്ടുപോകാൻ സാധിക്കുന്നില്ല. അതിലേക്ക് അവളുടെ ആശ്രയത്വം മാറുകയായിരുന്നു. ആസാ രാജാവിന്റെ കാര്യത്തിലും വ്യത്യസ്തമായിരുന്നില്ല. കർത്താവിൽ അന്ധമായി വിശ്വസിക്കാൻ, നിഷ്കളങ്കതയോടെ ആയിരിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം. സുഭാഷിതങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ 3-ാം അധ്യായം 5-ഉം 6-ഉം തിരുവചനങ്ങളിൽ ഇപ്രകാരമാണ് കർത്താവിന്റെ ആത്മാവ് പറയുന്നത്: കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവർത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഒരു തിരുവചനത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കാതെ കർത്താവിൽ പരിപൂർണമായും ആശ്രയിച്ചുകൊണ്ട് കർത്താവ് തെളിച്ചു തരുന്ന വഴിയെ പോകാൻ പൂർണ്ണമായും സന്നദ്ധതയോടെ നമുക്കായിരിക്കാം. ആ ഒരു ഉറപ്പോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ റാഹേലിന്റെ ജീവിതത്തിലൂടെ ഇത്രയേറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഈ ഒരു സന്നദ്ധത പൂർണ്ണമായിട്ടും കർത്താവിനെ അറിയിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ കർത്താവിനെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങ് നയിക്കുന്ന വഴിയെ പോകാൻ ഞങ്ങൾ തയ്യാറാണ് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങൾ ഏറ്റു പറയുകയാണ്, അങ്ങ് ഞങ്ങളോടൊപ്പം ഉള്ളപ്പോൾ കർത്താവേ ഞങ്ങൾക്ക് എല്ലാം സാധ്യമാണ്. പരിപൂർണമായും കർത്താവേ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല കർത്താവേ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. സമാധാനം എന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു.
ഏറ്റു പറയുന്നു യേശോ. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ഹല്ലേലൂയ. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. ആമേൻ ആമേൻ. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. വിശ്വസിക്കുന്നു കർത്താവേ. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. യേശുവൻ കൂടെയുള്ളതാ. കർത്താവേ, അങ്ങ് ഞങ്ങളോടൊപ്പമുള്ളപ്പോൾ സകലതും ഞങ്ങൾക്ക് സാധ്യമാണ്. അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങൾക്ക് വഴി തെളിച്ചു തന്നുകൊണ്ട്, ഞങ്ങളെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് അങ്ങ് ഞങ്ങളോടൊപ്പമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങേ പരിപൂർണമായിട്ടും ആശ്രയിക്കുന്നു. മറ്റൊന്നിലേക്കും ഞങ്ങളുടെ ആശ്രയം മാറിപ്പോകാതെ അങ്ങിൽ മാത്രം ആശ്രയിക്കുവാൻ, അങ്ങിൽ മാത്രം ശരണപ്പെടുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളെ വഴി നടത്തുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശോയെ നന്ദി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, റാഹേലിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. കർത്താവ് പകർന്നു നൽകിയ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് സ്വന്തമാക്കാം. 1 കൊറിന്തോസ് 10:11 നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊരു പാഠമാകാനായിട്ടാണ്. ആ ഒരു വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. റാഹേലിൻ്റെ ജീവിതത്തിലൂടെ വന്നുപോയ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാനാണ് കർത്താവ് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം. ഈ വിശ്വാസയാത്രയിൽ സ്നേഹത്തോടെ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ് പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട്, പട്ടിക്കാട് PO, തൃശൂർ, കേരള 680652.